ഹായ് വെൽക്കം ബാക്ക്. ഞാനിന്ന് ഈദിനുണ്ടാക്കിയ 2 സ്പെഷ്യൽ സാധനങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതാ. ഐസ്ക്രീം ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഒന്ന് ഐസ്ക്രീമാണ്, ഒന്ന് മടക്ക്. മടക്ക് എന്നുള്ള സ്വീറ്റ് അല്ലെങ്കിൽ കാജ എന്നുള്ള സ്വീറ്റ് ഞാനിതുവരെ വീട്ടിൽ ട്രൈ ചെയ്യാത്തൊരു സാധനമാണ്. രണ്ടും കൂടെ ഇങ്ങനെ കഴിക്കണമെന്ന് എവിടെയോ ഒരു ക്രേവിങ്സ് വന്നു. അങ്ങനെയാണ് ഞാനത് രണ്ടും ഉണ്ടാക്കിയത്. എന്നിട്ട് ഇതിൻ്റെ ആസ്വദിച്ച് പിന്നെയും പിന്നെയും കഴിക്കുവാണ്. അതാണ് നിങ്ങളീ കാണുന്നത്. ഈ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, സാധാരണ മൈദ വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ആട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. എനിക്കെന്തായാലും നല്ല ഇഷ്ടമായി. സ്വീറ്റ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടമാണ്. ഞാനത് ആസ്വദിച്ച് കഴിക്കുവാണ്, പിന്നെയും പിന്നെയും കഴിക്കുവാണ്. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോകാം. ഇത് ഞാൻ ചെയ്ത രീതിയാണ് ഞാൻ പറയുന്നത്. സാധാരണ ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ ചെയ്ത രീതി. 1½ കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തേക്കുന്നത്. ഗോതമ്പ് മാവിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ 1/2 കപ്പ് കോൺഫ്ലവറും കൂടി ചേർക്കുന്നുണ്ട്, കുറച്ച് ക്രിസ്പ് ആവാൻ വേണ്ടിയിട്ട്. 1/2 കപ്പ് കോൺഫ്ലവറും കൂടെ എടുത്തിട്ടുണ്ട്. അതും കൂടെ നമ്മുടെ ഗോതമ്പ് മാവിൻ്റെ കൂടെ ചേർത്തു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇടുന്നുണ്ട്. അടുത്തത് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്തേക്കുന്നത്. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇതും കൂടെ ചേർത്ത് ഈ മാവിലെല്ലാത്തിനും കൂടെ മിക്സ് ചെയ്യുക. ആദ്യം സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുക. പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കാം. ഞാൻ 1/2 കപ്പ് വെള്ളമാണ് എടുത്തേക്കുന്നത്. കറക്റ്റായിരുന്നു ആ വെള്ളം. 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് സോഫ്റ്റ് മാവായിട്ട് കുഴച്ചെടുത്തു. കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കുക. ഒരു 2 ഡ്രോപ്പ് എണ്ണ അതിൻ്റെ പുറത്ത് തടവിയിട്ട് കുറച്ച് നേരം നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം. ഒരു 10-20 മിനിറ്റ് അടഞ്ഞിരിക്കട്ടെ. അപ്പം മാവ് കുറച്ചുകൂടെ സോഫ്റ്റാകും. ടൈം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു ഐസ്ക്രീം ഉണ്ടാക്കാം. ഇത് ഐസ്ക്രീം മിക്സ് വെച്ചിട്ടുള്ളതാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. പിസ്ത ഫ്ലേവറിലുള്ള ഐസ്ക്രീം മിക്സാണ് എടുത്തേക്കുന്നത്. 1/2 ലിറ്റർ പാലാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഞാൻ 1 ലിറ്റർ ആയിരുന്നു എടുത്തത്. അതിൻ്റെ ഏകദേശം ഹാഫ് ഒഴിച്ചു. അതിനുശേഷം ഐസ്ക്രീം മിക്സ് അതിലോട്ട് പൊട്ടിച്ചിട്ടു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ ഐസ്ക്രീം മിക്സിൽ തന്നെ എല്ലാം ഉണ്ട് കേട്ടോ. ഫ്ലേവറും മധുരവും എല്ലാം അതിൽ തന്നെ ഉണ്ട്. വേറൊന്നും ചേർക്കേണ്ട ഈ സ്റ്റേജിൽ. ഞാൻ പിന്നെ ലാസ്റ്റ് സ്റ്റേജ് എത്തിയപ്പോഴത്തേക്ക് ക്രീമും കൂടി ചേർത്തിട്ടുണ്ട്. ടേസ്റ്റ് കൂട്ടാനായിട്ട് നമ്മൾ പാലിൻ്റെ ക്രീം എടുത്ത് വെച്ചേക്കുന്ന ഫ്രഷ് ക്രീമും കൂടെ കുറച്ച് ചേർത്തിട്ടുണ്ട്. അതിപ്പോഴല്ല, ആദ്യം അടുപ്പിൽ വെച്ച് തിളപ്പിച്ച് എടുത്തു. അതിനെല്ലാം ശേഷം അവസാനമാണ് ക്രീമും കൂടി. പാല് തിളപ്പിച്ചതിന് ശേഷം അതിന് ശേഷവും ഇളക്കിക്കൊണ്ടിരിക്കുക. പാട കെട്ടാതിരിക്കാനാണ് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി നമുക്ക് ഫ്രീസറിൽ 2 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കണം. ഞാനിപ്പോൾ ഗ്ലാസ് കണ്ടെയ്നറാണ് എടുത്തേക്കുന്നത്. അതിലൊഴിച്ച് സെറ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് ചെയ്യാനുള്ളത് എങ്ങനെയെന്ന് നോക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ കലക്കി ഒരു മിക്സ്ചറാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ മാവ് നേരത്തെ കുഴച്ച് വെച്ചത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ആ മിക്സ്ചർ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഓരോ പൂരി പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഇടയിൽ അത് മിക്സ് ചെയ്യും. ഓയിലും കോൺഫ്ലവറും കൂടെ ചേർന്നത് മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പൂരി പ്രസ്സിലാണ് ചെയ്യുന്നത്. എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഓരോ ചെറിയ ബോൾസ് എടുത്തിട്ട് അതിനെ പരത്തി ചെറിയ പൂരിയിൽ നിന്നും കുറച്ചുകൂടെ സൈസാക്കുക. നമുക്ക് എത്ര സൈസാക്കാൻ പറ്റുന്നോ അത്രയും സൈസാക്കിയിട്ട് തിന്നായിരിക്കണം കേട്ടോ. തിന്നായിട്ട് പ്രസ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ പുറത്ത് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ആ ഓയിലിൻ്റെ മിക്സ്ചർ ചേർത്തിട്ട് അടുത്ത പൂരി അടുക്കി വെക്കാം. മാവ് പരത്തി എടുക്കാം കേട്ടോ. എനിക്കിതാണ് ഈസി ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. കണ്ടോ, ഓരോ പൂരി വെച്ചതിന് ശേഷം ആ മാവിൻ്റെയും എണ്ണയുടെയും മിക്സർ ഒന്ന് തടവിന് ശേഷം അടുത്ത പൂരി മുകളിൽ വെക്കുക. അങ്ങനെ ഒരു 5-6 എണ്ണം ചേർത്തതിന് ശേഷം നമുക്ക് പിന്നെയും ഒന്നും കൂടെ പ്രസ് ചെയ്തെടുക്കാം. അടുക്കി വെക്കുക. ഓരോന്ന് വെക്കുന്ന സമയത്തും ആ ഓയിൽ മിക്സ്ചർ ഇടയ്ക്ക് ചേർക്കാൻ മറക്കാതിരിക്കുക. എല്ലാ പൂരീസും സ്റ്റാക്ക് ചെയ്തെടുത്തതിന് ശേഷം ഒന്നുകൂടെ പ്രസ്സിൽ വെച്ചിട്ട് ഒന്നുകൂടെ പ്രസ് ചെയ്ത് പിന്നെ റോൾ ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടോ, ഇങ്ങനെ ചുരുട്ടി ഒരു റോളായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നൈഫോ എന്തെങ്കിലും വെച്ചിട്ട് മുറിച്ചെടുക്കാം. എന്നിട്ട് അതിനെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് എണ്ണയിലിട്ട് പൊരിക്കാം. കണ്ടോ, ലെയേഴ്സ് കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ ഒരു പരുവായതിനു ശേഷം ഇനി നമുക്ക് ചൂടെണ്ണയിലോട്ട് ഇടാം. അധികം ഓവർ ചൂടാവരുത് എണ്ണ. ഒരു മീഡിയം ഹീറ്റ് മതി. കൈ കൊണ്ട് പ്രസ് ചെയ്താലും മതി. ഞാനൊന്ന് പ്രസ്സിലും കൂടെ വെച്ച് ഒന്ന് പ്രസ് ചെയ്തെടുത്തു. ഇനി നമുക്കിത് ഓരോന്നിനെ എടുത്തിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഷുഗർ സിറപ്പ് വേണം, അതും ചെയ്യാം. ഷുഗർ സിറപ്പിന് വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പിനെക്കാട്ടി കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ചൂടാക്കി എടുത്താൽ മതി.
നമ്മൾ മീഡിയം തീയിലിട്ട് വേണം ആക്കിയെടുക്കാൻ കേട്ടോ. അതാ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, മടക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര സിറപ്പിലോട്ട് മുക്കിയിട്ട് ഉടനെ തന്നെ എടുക്കാം. ഇതിൻ്റെ പരുവമെന്ന് പറയുന്നത് ഒരു ഹാഫ് സ്ട്രിങ് ആണ്. എന്ന് വെച്ചാൽ ഒരു നൂൽ പരുവമൊന്നും ആവണ്ട, പക്ഷെ എന്നാലും ഒന്ന് തിക്കായിട്ട് കിട്ടണം, എന്നാലേ നമുക്കിത് കോട്ട് ചെയ്ത് കിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ മടക്കസ റെഡിയായി. ഇനി ഐസ്ക്രീമിൻ്റെ പണി എന്ന് പറഞ്ഞാൽ 2 അവർ കഴിയുമ്പോഴത്തേക്ക് അത് ഏകദേശം ഒരു കുറച്ചൊന്ന് കട്ടിയായിട്ടുണ്ടാവും. അപ്പം നമുക്ക് ഫ്രഷ് ക്രീമും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഞാൻ സ്പൂണിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഞാൻ ഫ്രീസറിൽ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഐസ്ക്രീം നല്ല സെറ്റായി കിട്ടും. ക്രീമും കൂടി ചേർത്താലാണ് കേട്ടോ നല്ല ടേസ്റ്റ് വരുന്നത്, അല്ലെങ്കിൽ പാലിൻ്റെ ടേസ്റ്റ് സെറ്റായി കഴിഞ്ഞപ്പോൾ അത് ഇങ്ങനെ കിട്ടി. അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.